പിന്നെ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ ഒരു കർഷകനാണ്, എനിക്ക് 62 വയസ്സായി. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാടത്ത് ഞാൻ രാസ വളങ്ങളൊന്നും വലുതായിട്ട് എക്കാലക്സ് മറ്റുള്ളതൊന്നും ഉപദ്രവിക്കും ഒന്നും പ്രയോഗിക്കാറില്ല. പ്രയോഗിക്കാതിരിക്കുമ്പം അവിടെ തവളകൾ, ചെറിയ ചെറിയ മീനുണ്ട്. അവിടെ ഈ കായലിൽ നിന്ന് വരാല് കയറി വരും. ഇതാ ജീവനുള്ള വരാല്, നോക്കൂ നോക്കൂ, ഓറിജിൻ ജീവനുള്ള വരാല്. നിങ്ങൾ ഈ വരാലൊന്നും പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ പനാമർ എക്കാലക്സ് ഒക്കെ വരും മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കാണത്തില്ല. ഇപ്പൊ കാണണമെങ്കിൽ എത്തിമിന്റെ പാടത്ത് വരണം. ഇതാടാ ജീവനുള്ള വരാല്. 2 പിടിച്ചു, ഒരെണ്ണം പൊരിച്ച് കഴിച്ചു. ഒരെണ്ണം പൊരിച്ച് കഴിച്ചു, ഒരെണ്ണം ഞാൻ ഇത് ഇന്ന് നാളത്തേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം. എന്തുകൊണ്ട് മനുഷ്യന് ഇതൊക്കെ ചെയ്തുകൂടെ? നോക്കൂ, ഇപ്പൊ പൈസ ഇന്നലെ ഞാൻ 1500 രൂപയ്ക്ക് കൊടുത്തു. വരാൽ 1500 രൂപയ്ക്ക് കൊടുത്തേ. ഇന്നലെ 3 എണ്ണം വൈകിട്ട് പിടിച്ചോണ്ടു. വൈകിട്ട് ഞാൻ ഒരു സമയം ഈ പാച്ചിലറുടെ കൂടെ അവിടെ ഇവിടെ ഒന്നും പോയി കറങ്ങാനെ പിടിക്കാൻ, അതേ സമയം കൊണ്ട് എൻജോയ് തോട്ടിക്കിടന്ന് തപ്പും. പാടത്തൊന്നും ഇന്നലെ പിടിച്ചോണ്ടെന്നാണ് ഉയരുള്ള ജീവനുള്ള വരാല്. ഞാനിത് ഫ്രൈ ചെയ്ത് കഴിക്കുവാണ്. ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് കൂടെ കറക്കും. ഈ ബ്രാല് മുമ്പ് ചേറ ഇത് കറുത്തു തുടങ്ങി. ഇതിന്റെ 2 ഇരട്ടി വില വരും. കഴിഞ്ഞ പ്രാവശ്യം 6 കിലോ ഞാൻ പിടിച്ചു. 6 കിലോ വരാല് ഞാൻ പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം. ബ്രാല് പിടിക്കാൻ വേറെ സിമ്പിള്, തട്ടം വേണ്ട. ചൂര കമ്പാണ്, ഉറ്റാല് കെട്ടി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇടിക്കും, ഇതിനകത്ത് പിടിക്കും, ഇവിടെ കൂടെ കൈയിട്ട് പിടിക്കും. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിള്. ഇതും എന്റെ കരവിധതാണ്. നോക്കൂ, ഇത് ചൂരലാണ്. ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ കമ്പൊടിച്ച് ഞാൻ ഇതിനകത്ത് കെട്ടിവെക്കും. പാടത്ത് ബ്രാല് കാണും, ഉറ്റാലെടുത്തോണ്ട് എന്റെ ഭാര്യയുടെ അടുത്തോടെ ഉറ്റാലെടുത്തോണ്ട് വന്ന ഉറ്റാലിടിക്കും, പിടിക്കും, കൊടുത്ത് കാശ് വാങ്ങി. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു കൊടുക്കും. പൊരിച്ച് കഴിക്കുമ്പോൾ അയലൊക്കെക്കാർ മണം പിടിച്ച് ലത്തീഫിന്റെ വീട്ടിൽ ബ്രാല് പൊരിക്കണേ എന്ന് പറയും. പക്ഷെ അവർ കഴിക്കാറില്ല. അവർക്ക് ഇതിന്റെ ഗുണം അറിഞ്ഞില്ല.